ഹായ് വിവേഴ്സ്, വെൽക്കം ബാക്ക് അർച്ചന വേൾഡ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് ഫീലിങ്ങും അവരുടെ നെക്സ്റ്റ് ആക്ഷൻ എന്താണെന്ന് നോക്കാനാണ്. കറണ്ട് ഫീലിംഗ് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ അവരെ തന്നെ കൺട്രോളിൽ വയ്ക്കുവാൻ ശ്രമിക്കുന്നതായിട്ടാണ്, അവരെ തന്നെ ബാലൻസിൽ വയ്ക്കുവാൻ ശ്രമിക്കുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. പക്ഷേ ഇവരുടെ ബാലൻസ് ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഇവർക്ക് പേടിയാണ്, നിങ്ങളെ നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ള പേടി. ഇവിടെ ചില ആൾക്കാരുടെ പേഴ്സൺ നിങ്ങൾക്ക് വേണ്ടി ഒരു ആക്ഷനും എടുക്കുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് തന്നെ തോന്നുകയാണ്, എൻ്റെ പേഴ്സൺ മാത്രം എന്താ എനിക്ക് വേണ്ടി ഒരു ആക്ഷനും എടുക്കാത്തത് എന്ന്. അതായത് മറ്റുള്ളവരുടെ പേഴ്സൺ എല്ലാം ആക്ഷൻ എടുക്കുന്നുണ്ട്, അവർ അവരുടെ ജീവിതത്തിലേക്ക് തിരികെ വരുന്നുണ്ട്. പക്ഷെ നിങ്ങളുടെ പേഴ്സൺ മാത്രം ഒന്നും തന്നെ ആക്ഷൻ എടുക്കുന്നില്ല എന്ന് നിങ്ങൾ ആലോചിച്ച് വിഷമിക്കുകയാണ്. ഇവിടെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് വേണ്ടി ഒരു ആക്ഷൻ എടുക്കാതിരിക്കാൻ കാരണം ഇവിടെ ഇവർക്ക് എന്തോ ഒരു റെസ്പോൺസിബിലിറ്റി, എന്തോ ഒരു ഉത്തരവാദിത്വം നിറവേറ്റാനുണ്ട്. അത് കാരണമാണ് നിങ്ങൾക്ക് വേണ്ടി ഇവർ ആക്ഷൻ എടുക്കാതിരിക്കുന്നത്. പക്ഷേ ഇവർക്ക് പേടിയുമുണ്ട്. അതായത് നിങ്ങൾക്ക് വേണ്ടി ഇവർ ആക്ഷൻ എടുത്തില്ല എങ്കിൽ നിങ്ങൾ ഇവരെ വിട്ട് കളഞ്ഞിട്ട് പോകുമോ എന്നുള്ള പേടിയും ഇവർക്കുണ്ട്. പക്ഷേ ഇവർക്ക് ഇവരുടെ ഉത്തരവാദിത്വത്തിൽ നിന്ന് പുറത്തു വരുവാനും സാധിക്കുന്നില്ല. ഇവിടെ ഇവർക്ക് ഒരു പേടിയുണ്ട്. അതായത് ഒരു പക്ഷേ നിങ്ങൾക്ക് വേണ്ടി ആക്ഷൻ എടുത്തില്ല എങ്കിൽ നിങ്ങൾ ഇവരെ വിട്ടു പോകുമോ എന്നുള്ള പേടി നല്ലതായിട്ട് ഉണ്ട് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ചില സമയം ഉള്ളിൻ്റെ ഉള്ളിൽ ഈ ഒരു പേടി ഉള്ളത് കാരണം ഇവർ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ജസ്റ്റിസ് തരുന്നു. അതായത് ചെറിയ രീതിയിൽ ഒരു മെസ്സേജോ കോളോ നിങ്ങൾക്ക് ചെയ്യുന്നു. കാരണം ഒരു മനുഷ്യൻ എത്രയെന്ന് പറഞ്ഞ് വെയിറ്റ് ചെയ്യും. ചിലപ്പോൾ നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യാനുള്ള പരിധി കഴിഞ്ഞു, നിങ്ങളിനി വെയിറ്റ് ചെയ്യത്തില്ല എന്ന് തീരുമാനിക്കുകയോ വല്ലതും ചെയ്യുകയാണ് എന്ന് ഇവർക്ക് തോന്നുന്നുണ്ടെങ്കിൽ ആ നിമിഷം തന്നെ ഇവർ നിങ്ങൾക്ക് എന്തെങ്കിലും രീതിയിലുള്ള മെസ്സേജോ കോളോ ചെയ്ത് നിങ്ങളെ സമാധാനിപ്പിക്കുന്നതായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നു. ഇവരിങ്ങനെ ചെയ്യാൻ കാരണം നിങ്ങൾ ഇപ്പോൾ നോക്കേണ്ട സിറ്റുവേഷനിലാണ് എങ്കിൽ നിങ്ങളുടെ എനർജി എന്താണെന്ന് അറിയുവാൻ വേണ്ടിയാണ് പെട്ടെന്ന് കോളോ മെസ്സേജോ ചെയ്യുന്നത്. അതായത് നിങ്ങളിപ്പോൾ ഏത് സിറ്റുവേഷനിലാണ്, ഏത് എനർജിയിലാണ് ഉള്ളത് എന്നറിയണം. അതിനു വേണ്ടിയാണ് പെട്ടെന്ന് നിങ്ങൾക്ക് മെസ്സേജോ കോളോ ചെയ്ത് നിങ്ങളുടെ വിവരങ്ങൾ അന്വേഷിക്കുന്നത്. ഇവർ നിങ്ങളെ ഒത്തിരി സ്പൈ ചെയ്യുന്നുണ്ട്. ഇവർക്ക് തോന്നുന്നത് നിങ്ങൾ ഡേ ബൈ ഡേ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് മാറുന്നു എന്നാണ്. നിങ്ങൾ വളരെയധികം ഗ്രോ ആയിക്കൊണ്ടിരിക്കുന്നു, നിങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുന്നു എന്നാണ് ഇവർക്ക് തോന്നുന്നത്. നിങ്ങളിങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഇവർ പിറകിലോട്ട് പോകുമോ എന്നുള്ള പേടിയും ഇവർക്കുണ്ട്. ഇവർക്ക് തോന്നുന്നത് നിങ്ങളിങ്ങനെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് മുന്നോട്ട് പോയാൽ ഇവരെ മറന്നു പോകുമോ എന്നുള്ള പേടി ഇവർക്കുണ്ട്. നിങ്ങൾ വളരെ ഹാൻസം ആണ്, നിങ്ങൾ വളരെ മനോഹരം ആയിട്ടുള്ള ആളാണ്, നല്ല സുന്ദരനോ സുന്ദരിയോ ആയിട്ടുള്ള ആളാണ്. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഇവരല്ലാതെ വേറെ ഒരാൾക്ക് വേണമെങ്കിലും വരാം എന്നുള്ള ചിന്താഗതി നിങ്ങളുടെ മനസ്സിൽ തോന്നുമോ എന്നുള്ള പേടിയും ഇവർക്കുണ്ട്. ഇവർക്ക് തോന്നുന്നത് ഇവർ നിങ്ങളിൽ നിന്ന് ബാക്ക്വേർഡ് പോകുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ വേറെ ആരെങ്കിലും വരുമോ, നിങ്ങൾക്ക് പല പല പ്രപ്പോസലും വരുമോ, നിങ്ങൾ ഏതെങ്കിലും ഒന്ന് സ്വീകരിക്കുമോ എന്നുള്ള പേടിയും തോന്നുന്നുണ്ട് ഇവർക്ക്. അപ്പോൾ ഈ ഒരു പേടി കാരണം ഇവർക്ക് ഒരു ബാലൻസ് ഇല്ലാതെ ആയിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് ഇവിടെ ഇന്നത്തെ എനർജി നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് ഇപ്പോൾ ഇവർക്ക് തോന്നുന്നത് എന്തെന്ന് വെച്ചാൽ, എന്തായാലും ഈ ഒരു സിറ്റുവേഷനിൽ എനിക്ക് ചേഞ്ച് കൊണ്ടുവന്നേ പറ്റത്തുള്ളൂ, എൻ്റെ പേഴ്സണിന് വേണ്ടി എനിക്ക് ഒരു ആക്ഷൻ എടുത്തേ പറ്റത്തുള്ളൂ എന്നാണ് ഇവർക്കിപ്പോൾ തോന്നുന്നത്. ഇനിയും ഇവരുടെ ഹൃദയത്തിലുള്ള കാര്യങ്ങൾ നിങ്ങളോട് എക്സ്പ്രസ് ചെയ്തില്ല എങ്കിൽ കാര്യങ്ങൾ കൂടുതൽ മോശമാകും എന്നാണ് ഇവർക്ക് തോന്നുന്നത്. അതുകൊണ്ട് ഇനി ഇവർക്ക് വെയിറ്റ് ചെയ്യാൻ തയ്യാറല്ല എന്നാണ് ഇവിടെ എനർജി നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ. എക്സ്പെഷ്യലി ഈ ഒരു എനർജി കൂടുതലായിട്ടും ഉള്ളത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുമായിട്ട് നോ കോണ്ടാക്ട് സിറ്റുവേഷനിലാണ്, ഒന്നും തന്നെ സംസാരിക്കുന്നില്ല എങ്കിൽ ഈ ഒരു എനർജി ആയിരിക്കും ഇവർക്ക് ഉള്ളത് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇനി നമുക്ക് ഈ ഒരു സിറ്റുവേഷനിൽ നിങ്ങളുടെ പേഴ്സൺ എന്ത് ആക്ഷനാണ് നിങ്ങൾക്ക് വേണ്ടി എടുക്കാൻ പോകുന്നത് എന്ന് നോക്കാം നമുക്ക്. ഫസ്റ്റ് മെസ്സേജ് എന്ന് പറയുന്നത് ഇവർ പറയുമായിരിക്കും നിങ്ങളോട്, ഞാൻ നിങ്ങളുടെ ലൈഫിലേക്ക് തിരികെ വന്നു, ഇനി ഞാൻ ബാലൻസിലായിരിക്കും ഉണ്ടാവുക, നിങ്ങൾ വളരെ ഹോപ്പ്ഫുള്ളായിട്ടിരിക്കുക എന്ന് നിങ്ങളോട് പറയുന്നതായിട്ടുള്ളൊരു എനർജി ഇവിടെ കാണാൻ സാധിക്കുന്നു. ഇങ്ങനെ ഇവർ പറയുവാൻ കാരണം ഇനി നിങ്ങൾ വേറൊരാളുടെ പ്രപ്പോസൽ സ്വീകരിക്കുവാൻ പാടില്ല, മറ്റുള്ളവരിൽ ആകർഷിക്കുവാൻ
പാടില്ല നിങ്ങൾ. അതിനു വേണ്ടിയാണ് ഇവർ ഇങ്ങനെ പറയുന്നത്. അതായത് ഞാൻ നിങ്ങളുടെ ജീവിതത്തിലേക്ക് തിരികെ വരികയാണ്, അതുകൊണ്ട് ഇനി നിങ്ങൾ ബാലൻസിലിരുന്നോളൂ എന്ന് നിങ്ങളോട് പറയുവാൻ കാരണം ഇതാണ്. അതായത് നിങ്ങൾക്ക് തോന്നാൻ പാടില്ല, അതായത് ഇവർക്ക് നിങ്ങൾക്ക് വേണ്ടി ഒരു ആക്ഷൻ എടുക്കുവാൻ ഒരു താല്പര്യവുമില്ല. മാസങ്ങളായിട്ട് എന്നെ വിളിക്കുകയോ കോൾ ചെയ്യുകയോ മെസ്സേജ് ചെയ്യുകയോ ഒന്നും തന്നെ ചെയ്യുന്നില്ല എന്ന് നിങ്ങൾക്ക് തോന്നത്തില്ല. അപ്പോൾ നിങ്ങളുടെ മേൽ ഇവരുടെ കൺട്രോൾ കൊണ്ടുവരുവാൻ വേണ്ടിയാണ് ഇവർ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് കോളോ മെസ്സേജോ ചെയ്തിട്ട് ഇങ്ങനെ ഈ രീതിയിൽ സംസാരിക്കുന്നത്. അതായത് നിങ്ങൾ ഇനി വിഷമിക്കേണ്ട, ഞാൻ നിങ്ങൾക്ക് വേണ്ടി ആക്ഷൻ എടുക്കുന്നതാണ് എന്നുള്ള രീതിയിൽ നിങ്ങളോട് സംസാരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് മെസ്സേജ് ഇതാണ്. ഇവരുടെ ലവ് നിങ്ങളുടെ മേൽ എക്സ്പ്രസ് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവരുടെ ഉള്ളിലുള്ള കാര്യങ്ങൾ നിങ്ങളോട് എക്സ്പ്രസ് ചെയ്യുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവർ നിങ്ങളുടെ ലൈഫിലേക്ക് തിരികെ വരുമ്പോൾ ഇവർ നിങ്ങളെ പഴയ കാര്യങ്ങൾ ഓർമ്മിപ്പിക്കും. അതായത് പഴയ കാര്യങ്ങൾ, നിങ്ങളും ഇവരുമായിട്ടുള്ള ആ ഒരു സ്നേഹം, എത്രത്തോളം സ്നേഹമാണ് ഇവർക്ക് നിങ്ങളോടുണ്ടായിരുന്നത്, അപ്പോൾ അതെല്ലാം നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. ഇവിടെ നിങ്ങൾ ഒരിക്കലും ഇവരെ വിട്ട് കളഞ്ഞു പോയിട്ടില്ല, പക്ഷേ ഇവർക്ക് ഒരു പേടിയുണ്ട്. അതുകൊണ്ട് ഇവർ പഴയ കാര്യങ്ങളെല്ലാം നിങ്ങളെ ഓർമ്മിപ്പിക്കും. ഇവർ എന്തായാലും പാസ്റ്റിലെ ആ ഒരു എനർജിയിൽ കൊണ്ടുപോകുന്നതാണ്. നിങ്ങളും ഇവരും ആദ്യമായിട്ട് കണ്ടുമുട്ടിയത്, അപ്പോൾ നിങ്ങൾ സംസാരിച്ച കാര്യങ്ങൾ, അതായത് നിങ്ങൾ ഇവരെ വിട്ട് പോകാൻ പാടില്ല. അതിനു വേണ്ടിയാണ് ഇവർ നിങ്ങളെ പാസ്റ്റിൻ്റെ എനർജിയിലേക്ക് കൊണ്ടുപോകുന്നത്. ഇവർ നിങ്ങളോട് വർക്ക് പ്രഷർ ഉണ്ട് എന്ന് പറയുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. അതായത് എനിക്ക് ഇത്രമാത്രം വർക്ക് പ്രഷർ ഉള്ളത് കൊണ്ടാണ് ഞാൻ ഇത്രയും നാൾ നിങ്ങളെ കോളോ മെസ്സേജോ ചെയ്യാത്തത്, ഇങ്ങനെ നിങ്ങളോട് പറയുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. ഇവർ നിങ്ങളോട് വളരെ പൊസസീവായിട്ട് കാര്യങ്ങൾ സംസാരിക്കും, ഇൻറ്റിമേറ്റായിട്ട് സംസാരിക്കും. അതായത് നിങ്ങൾക്ക് ഇവരോട് ഒരു അട്രാക്ഷൻ തോന്നുവാൻ വേണ്ടി. ഇവിടെ നിങ്ങളുടെ രണ്ടുപേരുടെയും ഇടയിൽ എന്തെങ്കിലും തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട്, നിങ്ങളെ തമ്മിൽ വേർപിരിപ്പിക്കുവാൻ വേണ്ടി ആരെങ്കിലും ശ്രമിച്ചിട്ടുണ്ട് എങ്കിൽ ആ ടോപ്പിക്കിലും ഇവർ എക്സ്പ്ലനേഷൻ തരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ എന്തൊക്കെയാണോ അച്ചീവ് ചെയ്തത് ആ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് അപ്രീസിയേഷൻ തരുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. കൂടാതെ നിങ്ങൾക്ക് ഈ രീതിയിലുള്ള മെസ്സേജും തരുന്നതാണ്. അതായത് നിങ്ങൾക്ക് വിശ്വാസം വരണം, മുന്നോട്ടുള്ള ഓരോ കാൽവയ്പിലും നിങ്ങൾക്ക് ഇവരുടെ കൂടെ ഫ്യൂച്ചർ ഉണ്ട് എന്ന് ഇവർക്ക് നിങ്ങൾക്കൊരു വിശ്വാസം തരണം. ആ രീതിയിലുള്ള സംസാരവും ഇവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നതാണ്. അതായത് നിങ്ങളോട് ഇവർ പറയുന്നതാണ്, ഹോപ്പ് വയ്ക്കൂ, ഞാനും നിങ്ങളുമായിട്ടുള്ള ആ ഒരു ഫ്യൂച്ചർ ഉറപ്പായിട്ടും ഉണ്ടാകുന്നതാണ് എന്ന് ഇവർ നിങ്ങളോട് പറയുന്നതാണ്. ഒരു അഷുറൻസ് നിങ്ങൾക്ക് തരുന്നതാണ്. എന്തെങ്കിലും രീതിയിലുള്ള കമ്മിറ്റ്മെൻറ്റ്, അങ്ങനെ എന്തെങ്കിലും വാക്കുകൾ ഇവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നതാണ് ഈ ഒരു വ്യക്തിയുമായിട്ട് എനിക്ക് ഉറപ്പായിട്ടൊരു ഫ്യൂച്ചർ ഉണ്ടാവുന്നതാണ് എന്ന്. അപ്പോൾ ഇതാണ് ഇവരുടെ നെക്സ്റ്റ് ആക്ഷൻ. ഇനി ഏഞ്ചൽ ഗൈഡൻസ് എന്താണെന്ന് നോക്കാം. ഇവിടെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുമായിട്ട് എന്തെങ്കിലും കാര്യത്തിന് ആർഗ്യുമെൻറ്റ് ചെയ്യുകയോ കാര്യങ്ങളെ ഫോണിൽ കൂടെ ചീത്ത പറയുകയോ നിങ്ങളോട് വഴക്കിടുകയോ മോശമായ രീതിയിൽ സംസാരിക്കുകയോ നിങ്ങളെ ബ്ലോക്ക് സിറ്റുവേഷനിലാക്കുകയോ എന്തായിക്കൊള്ളട്ടെ, പഴയ കാര്യങ്ങളെല്ലാം ഇവിടെ മറക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അതായത് എന്താണോ നിങ്ങൾക്കിടയിൽ ഈ റീസെൻറ്റ് പാസ്റ്റിൽ സംഭവിച്ചത് അതെല്ലാം മറക്കുന്നതായിട്ടുള്ള ആ ഒരു എനർജി, അതെല്ലാം മറന്ന് നിങ്ങൾ വീണ്ടും പുതിയ ഒരു ജീവിതം തുടങ്ങുന്നതായിട്ടുള്ള ഒരു എനർജിയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങൾ തമ്മിൽ കാണുകയും മുന്നോട്ടിനി എന്താണ് ചെയ്യുവാൻ പോകുന്നത് അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ഡിസ്കഷൻ ചെയ്യുന്നതായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നു. അപ്പോൾ ഏഞ്ചൽസ് പറയുന്നത് പാസ്റ്റിലെ കാര്യങ്ങളെല്ലാം മറന്നിട്ട് ഫ്യൂച്ചറിനെ കുറിച്ച് ചിന്തിക്കുവാനാണ് നിങ്ങളോട് പറയുന്നത്. ശാന്തമായ മനസ്സോടെ പീസ്ഫുള്ളായിട്ടൊരു റെസൊല്യൂഷൻ കണ്ടെത്തുവാനാണ് ഏഞ്ചൽസ് നിങ്ങളോട് പറയുന്നത്. എന്ത് കാര്യം നിങ്ങൾക്കിടയിൽ സംഭവിച്ചാലും അതിന് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ബ്ലെയിം ചെയ്യുവാൻ പാടില്ല. നിങ്ങൾ കാരണമാണ് ഇങ്ങനെ സംഭവിച്ചത്, അങ്ങനെ ഒരിക്കലും ബ്ലെയിം ചെയ്യാൻ പാടില്ല എന്നാണ് ഏഞ്ചൽസ് പറയുന്നത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിംഗ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്ന എൻ്റെ റീഡിങ്ങിലൂടെ ഇനിയൊരു പുതിയ റീഡിങ്ങുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ. ഓം നമഃ ശിവായ. താങ്ക് യു സോ മച്ച്.